GST വകുപ്പിലെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറായ അനിൽ ശങ്കറിനെതിരെ കടുത്ത നടപടിയുണ്ടാകും. വ്യാജരേഖ ചമച്ചതിന് പോലീസിൽ GST വകുപ്പ് പരാതി നൽകും. അനിൽ ശങ്കർ വ്യാജരേഖ ചമച്ച് സ്ഥാനക്കയറ്റങ്ങൾ നേടിയിരുന്നു. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടും നടപടിയെടുത്തിരുന്നില്ല. റിപ്പോർട്ടറാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുകൊണ്ടുവന്നത്. തുടർ വാർത്തകൾക്ക് പിന്നാലെയാണ് GST കമ്മീഷണറുടെ നിർദ്ദേശം. റിപ്പോർട്ട് ഇംപാക്ട്. TV പ്രസാദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇപ്പോൾ ഒടുവിൽ റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ഈ നടപടി ഉണ്ടായിരിക്കുന്നു. റിപ്പോർട്ടർ തുടർ വാർത്തകൾക്ക് പിന്നാലെ ഈ നടപടി ഉണ്ടായിരിക്കുന്നു എന്ന് പറയണം. കാരണം അന്വേഷണ റിപ്പോർട്ട് ആദ്യം കിട്ടിയിട്ടും ഇതിലൊരു നടപടി എടുത്തിരുന്നില്ല. പിന്നീട് റിപ്പോർട്ടർ ഇത് സംബന്ധിച്ച വാർത്തകൾ തുടർ വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒടുവിൽ ഇപ്പോൾ GST കമ്മീഷണറുടെ നിർദ്ദേശം വന്നിരിക്കുന്നു. വിവരങ്ങൾ ശ്രുതി പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായി റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന വാർത്തയായിരുന്നു അനിൽ ശങ്കറിന്റെ തട്ടിപ്പ് സംബന്ധിച്ച്. GSTയിൽ ആശ്രിത നിയമനം വഴി LD ക്ലർക്കായി കയറിയ അനിൽ ശങ്കർ പിന്നീട് അങ്ങോട്ട് ഓരോ സ്റ്റെപ്പും ജോലിയിൽ കയറി GST സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ആയത് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റിൻ്റെയും പാസ്സാകാത്ത വകുപ്പ് തല പരീക്ഷകളുടെയും ഭാഗമായാണ് എന്ന് തെളിവുകൾ സഹിതം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിനു മുമ്പേ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും അതെല്ലാം GST വകുപ്പ് പൂഴ്ത്തുകയാണ് ചെയ്തത്. പിന്നീട് തുടർച്ചയായി റിപ്പോർട്ടർ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നതോടെ കൂടുതൽ അന്വേഷിക്കുകയായിരുന്നു. പക്ഷേ ആ അന്വേഷണ റിപ്പോർട്ടും ഒരു ഘട്ടത്തിൽ പൂഴ്ത്തുന്ന സ്ഥിതിയുണ്ടായി. കാരണം ഭരണാനുകൂല സർവീസ് സംഘടനയിൽപ്പെട്ട ആളാണ് അനിൽ ശങ്കർ എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു പിന്തുണ കിട്ടിയത്. മാത്രമല്ല, അനിൽ ശങ്കറിന് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാനും വകുപ്പ് തല പരീക്ഷ പാസ്സാവാത്തത് പാസ്സായി എന്ന് സർവീസ് ബുക്കിൽ എഴുതി കൊടുക്കാനും മറ്റുള്ള ആളുകളുടെ സഹായവും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർ പുറത്തേക്ക് വരും എന്നുള്ളത് കൊണ്ടാണോ നടപടി എടുക്കാതിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസവും ഈ അനിൽ ശങ്കർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന മന്ത്രി നിയമസഭയിൽ പറഞ്ഞ വാർത്ത റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസിനെ സമീപിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം GST കമ്മീഷണറിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. GST ജോയിന്റ് കമ്മീഷണർക്കാണ് അത് സംബന്ധിച്ച് നേതൃത്വം നൽകിയത്. അതായത് വ്യാജമായി ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് വ്യാജരേഖ ചമക്കലും ക്രിമിനൽ കുറ്റവുമാണെന്ന് ആ നിർദ്ദേശത്തിൽ പറയുന്നു. അതനുസരിച്ച് ഇനിയിപ്പോൾ ജോയിന്റ് കമ്മീഷണർ പോലീസിൽ പരാതി നൽകി പോലീസ് കേസെടുക്കുന്ന നടപടിയിലേക്ക് പോകും. സ്വാഭാവികമായും അനിൽ ശങ്കറിനെതിരെ കടുത്ത നടപടി, സസ്പെൻഷനും ഡിസ്മിഷനും അടക്കമുള്ള നടപടിയിലേക്ക് പോകും. കാരണം GST വകുപ്പിനെ സംബന്ധിച്ച് ഏറെ നാണക്കേടുണ്ടായ സംഭവമാണ്. MG സർവകലാശാലയുടെ പാസ്സാകാത്ത ബിരുദം പാസ്സായെന്ന് കാണിച്ച് എവിടുന്നോ വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് സർവീസ് ബുക്കിനൊപ്പം വെക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ പാസ്സാകാത്ത വകുപ്പ് തല പരീക്ഷകൾ പാസ്സായി എന്ന് എഴുതി അങ്ങനെ ആശ്രിത നിയമനം വഴി LD ക്ലർക്കായി വന്ന അനിൽ ശങ്കർ ഓരോ സ്റ്റെപ്പും പിന്നീട് മുകളിലേക്ക് കയറിയത് ഈ പറയുന്ന വ്യാജ സർട്ടിഫിക്കറ്റുകളുടെയും വ്യാജമായി എഴുതി ചേർത്ത വകുപ്പ് തല പരീക്ഷയുടെയും ഭാഗമായിരുന്നു. പക്ഷേ അത് കണ്ടെത്തിയിട്ടും നടപടിയില്ലാത്തതിനെ തുടർന്നാണ് എല്ലാ രേഖകളും തെളിവുകളും സഹിതം റിപ്പോർട്ടർ അത് പുറത്തു കൊണ്ടുവന്നതും ഏറ്റവും ഒടുവിൽ പോലീസ് നടപടിയിലേക്ക് പോകേണ്ടി വന്നതും. നേരത്തെ പോലീസ് നടപടി എടുത്തിരുന്നോ എന്ന് നിയമസഭയിൽ ധനമന്ത്രിയോട് ചോദിച്ചപ്പോൾ അത് സംബന്ധിച്ച് MG സർവകലാശാല പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിന് എന്നായിരുന്നു ധനമന്ത്രി KN ബാലഗോപാലിന്റെ മറുപടി. പക്ഷേ GST വകുപ്പിനെയും സർക്കാരിനെയും പറ്റിച്ച അനിൽ ശങ്കറിനെതിരെ യഥാർത്ഥത്തിൽ പോലീസിൽ പരാതി കൊടുക്കേണ്ടിയിരുന്നത് സർക്കാരും GST വകുപ്പുമായിരുന്നു. അത് നടന്നിരുന്നില്ല. പക്ഷേ ഇപ്പോഴെടുത്ത തീരുമാനം GST കമ്മീഷണറുടെ സ്വാഗതാർഹമായ തീരുമാനമാണിത്. തീർച്ചയായിട്ടും അനിൽ ശങ്കറിനെതിരെ ഇനി നടപടിയുണ്ടാകും. അനിൽ ശങ്കറിനെ കൂടാതെ വേറെയും 4 പേർ ഇതുപോലെ വ്യാജരേഖ ചമച്ച് സ്ഥാനക്കയറ്റം നേടിയതായ ആരോപണം GSTയിൽ നിലനിൽക്കുന്നുണ്ടെന്നും അതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കുന്നുണ്ടെന്നും KN ബാലഗോപാൽ പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ഒരുപാട് പേർ മതിയായ യോഗ്യതകളുമായി പുറത്തു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കള്ളന്മാർ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതും നമ്മുടെ സർക്കാരിൻ്റെ തന്നെ പണം തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും. പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ വളരെയധികം ദിവസങ്ങൾ ഈ വാർത്ത മുന്നോട്ട് വെച്ചിരുന്നു. ഈ വാർത്ത തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു കടുത്ത നടപടിയിലേക്ക് സർക്കാർ നീങ്ങുന്നത് ഉൾപ്പെടെ. കാര്യം ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ അനിൽ ശങ്കറിനെതിരെ ഉണ്ടായിരുന്നതും സർക്കാർ ഉൾപ്പെടെ ഈ GST വകുപ്പിൽ തന്നെ ഇത്രയധികം ക്രമക്കേടുകൾ നടന്നു എന്നത് തന്നെയാണ് ഞെട്ടിപ്പിക്കുന്നതും. ഈ വളരെ വൈകി ഒരു കടുത്ത നടപടിയിലേക്ക് സർക്കാർ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രസക്ത ഭാഗം. ഈ അനിൽ ശങ്കറിനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അത് നടന്നിട്ടുണ്ടാവില്ലേ? ഈ അനിൽ ശങ്കറിന് പിന്നിൽ അനിൽ ശങ്കർ ഇത്രയധികം ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടും ഈ അനിൽ ശങ്കറിനെ സംരക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലേ?
ഉറപ്പായും ആര്യ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഭരണാനുകൂല സംഘടനയിൽപ്പെട്ട ആളാണ് ഈ അനിൽ ശങ്കർ എന്ന് മാത്രമല്ല, അനിൽ ശങ്കറിന് ഒറ്റയ്ക്ക് സർവീസ് ബുക്കിൽ പാസ്സാകാത്ത വകുപ്പ് തല പരീക്ഷകൾ പാസ്സായി എന്ന് എഴുതി ചേർക്കാൻ കഴിയില്ല. മാത്രമല്ല MG സർവകലാശാലയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് വ്യാജമായി സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ സ്ഥാനക്കയറ്റം കിട്ടും എന്ന് അനിൽ ശങ്കർ അറിഞ്ഞത് പലരിൽ നിന്നുമാണ്. അവരിൽ പലരും ഇത്തരം ഏർപ്പാടുകൾക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. ഇതിൽ ആര്യ പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അനിൽ ശങ്കറിന്റെ ഒരു വിവരം മാത്രമാണ് പുറത്തു വന്നത്. ഇതുപോലെ 5 പേരെ കുറിച്ചുള്ള ആരോപണം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം നടക്കുന്നു എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. ഈ അനിൽ ശങ്കറോ 5 പേരോ ആകാൻ ഇടയില്ല. കാരണം ഇത് പരാതി വന്നത് മാത്രമാണ്. പരാതി വന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കൂ എന്ന് പറയുന്ന രീതിയാണ് ഇപ്പോൾ സർക്കാർ വകുപ്പുകളിലുള്ളത്. എത്ര വ്യാജന്മാരുണ്ടെന്ന് യഥാർത്ഥത്തിൽ അനിൽ ശങ്കറിനെ പോലെ തെളിവുകൾ സഹിതം ഒരു കേസ് പുറത്തേക്ക് വരുമ്പോൾ സർക്കാരിൻ്റെ ഏതൊക്കെ വകുപ്പുകളിൽ ആരൊക്കെയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലിയിൽ തുടരുന്നതെന്നും സ്ഥാനക്കയറ്റം നേടുന്നതെന്നും പരിശോധിക്കേണ്ടതിന് പകരം അനിൽ ശങ്കറിനെ പോലും രക്ഷിക്കാനുള്ള നീക്കമാണ് സർക്കാരും പാർട്ടിയും നടത്തുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഈ വിഷയം GST ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിലുണ്ട്. നടപടിയെടുക്കാതെ പൂഴ്ത്തുകയാണ് ചെയ്തത്. പക്ഷെ നിലവിൽ റിപ്പോർട്ടർ തുടർച്ചയായി തെളിവുകൾ സഹിതം വാർത്ത പുറത്തു കൊണ്ടുവന്നതോടുകൂടിയാണ് ഏറ്റവും ഒടുവിൽ പോലീസിനെ സമീപിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം GST കമ്മീഷണർ കൊടുക്കുന്നത്. ഇനി ഇതിലിപ്പോൾ നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ മറ്റൊരു പ്രശ്നമുള്ളത്, ഈ GSTയിൽ LD ക്ലർക്കായി ജോയിൻ ചെയ്ത അനിൽ ശങ്കർ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള സ്ഥാനക്കയറ്റത്തിലെല്ലാം ചെയ്ത നികുതി ഇടപാടുകൾ ഉണ്ടാകും. ഏറ്റവും പ്രധാനം നികുതി വെട്ടിപ്പ് പിടികൂടുന്ന വകുപ്പാണല്ലോ GST വകുപ്പ്. അങ്ങനെ വ്യാജരേഖയിലൂടെയാണ് ഇയാൾ കയറിയതെന്ന് പറഞ്ഞ് നേരത്തെ നമ്മൾ നികുതി പിടിച്ചെടുത്ത ആളുകൾ കോടതിയിൽ പോയാൽ അതും പ്രതിസന്ധിയാവും. മാത്രമല്ല നമ്മുടെ ഓരോ ആളുകളുടെയും നികുതി പണമാണ് അർഹതയില്ലാത്ത അനിൽ ശങ്കറിന് ശമ്പളമായി കൊടുത്തത്. ഇത്രയേറെ സംരക്ഷിച്ച ഈ സർക്കാർ ഇനി ആ കൊടുത്ത പണം തിരിച്ചു പിടിക്കാൻ എന്ത് നടപടിയെടുക്കും എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഈ വരുന്ന മെയ് മാസം അനിൽ ശങ്കർ റിട്ടയർ ആകാൻ പോകുന്ന ഒരുപക്ഷെ ഒരു സസ്പെൻഷൻ കിട്ടിയേക്കാം, അതല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്തേക്കാം. പക്ഷേ ഇത്രയും കൊല്ലം അനിൽ ശങ്കർ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് GST ഡിപ്പാർട്ട്മെന്റിൽ വിലസുകയായിരുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഞങ്ങൾ ഈ വാർത്ത തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അനിൽ ശങ്കറിന് ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഉറപ്പായ ഒരു കാര്യം.